2020 സിന്ധുവിനെ കാണാതാകുന്നത്. അന്ന് അവർക്ക് 43 വയസ്സാണ്. മകളുടെ വിവാഹ നിശ്ചയത്തിന് തൊട്ട് മുൻപാണ് ഇവരെ കാണാതാകുന്നത്. സാധാരണഗതിയിൽ ഇപ്പോൾ എന്തു തരം ബന്ധത്തിന്റെ പേരിലാണെങ്കിലും, എത്ര ആത്മബന്ധത്തിന്റെ പേരിലാണെങ്കിലും മകളുടെ വിവാഹത്തിന് മുൻപ് വീട് വിട്ടു പോവുക എന്ന് പറയുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിന് മുമ്പ് വീട് വിട്ടു പോവുക എന്ന് പറയുന്നത് വളരെ അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രം മനുഷ്യൻ ചെയ്യുന്നതാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇത്രയും വലിയൊരു ക്രൈമിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും എന്നൊന്നും വിചാരിക്കാനോ കഴിയില്ല. അങ്ങനെ ഇത്രയും വലിയ ക്രൈം ചെയ്യുന്ന ആളുകളുള്ളപ്പോൾ സാധാരണ മനുഷ്യർ എങ്ങനെ ചെയ്യും എന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് നോക്കാൻ പോലും ശേഷി ഉണ്ടാകില്ല. കാരണം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ, 70 വയസ്സുള്ള ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ നിന്നാൽ സ്വാഭാവികമായി നമ്മൾ അയാൾക്ക് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കുക, അയാളോട് ബഹുമാനത്തോടു കൂടി സംസാരിക്കുക എന്ന രീതിക്കാണ്. പക്ഷെ ആ പ്രായത്തിലുള്ള ആളുകൾ ആണ് ഇത്രയും വലിയ ക്രൈമുകളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നത് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകാനോ ബ്ലാക്ക്മെയിൽ ചെയ്ത് കൊണ്ടുപോകാനോ സാമ്പത്തികമായ ഇടപാടുകളുടെ പേരിൽ ചർച്ചയ്ക്ക് വിളിക്കാനോ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട് പലരും. ശരിക്കും നമ്മളൊരു ഈ പറയുന്ന വിക്ടിംസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും നല്ല പോയിൻ്റായിട്ട് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിക്ടിം എല്ലാം ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽപ്പാണ്. ഒരു പക്ഷേ സെബാസ്റ്റ്യൻ ആ ഹെൽപ്പിലൂടെയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ വസ്തു ഇടപാട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആകാൻ ചിലപ്പം ഇങ്ങനെ സൗഹൃദം സ്ഥാപിക്കാം. ഇങ്ങനെയുള്ള ആൾക്കാരെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബന്ധുക്കൾ വിളിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി കാര്യത്തിൽ. ഇപ്പോൾ എല്ലാ ദിവസവും മാറി നിൽക്കുന്ന ആൾക്കാരെ എല്ലാ ദിവസവും ബന്ധുക്കൾ വിളിക്കുന്നുണ്ട്. ഇന്ന് എല്ലാ ദിവസവും ബന്ധുക്കൾ വിളിക്കും, 2-3 ദിവസം കിട്ടാതെ ആകുമ്പോൾ ഉറപ്പായിട്ട് അന്വേഷിച്ചാലും. അങ്ങനെ ഒരു സംഭവം കൂടി അയാൾ മനസ്സിലാക്കണമെങ്കിൽ അവരോട് കൂടുതലായിട്ട് സൗഹൃദത്തിൽ സ്ഥാപിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ഒരു ലൈസൻസ് എന്ന് പറയുന്നത് വസ്തു കച്ചവടമായിട്ടുള്ളൊരു ബ്രോക്കർ എന്നുള്ളൊരു ലേബലാണ് സെബാസ്റ്റ്യനുള്ളത്. ഇനി പ്രായത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും പ്രായമായ വ്യക്തി എന്ന് പറയുന്നത് അതും ഒരു ലൈസൻസ് ആയിട്ട് എടുക്കാം. അതായത് ഇത്രയും പ്രായമായ വ്യക്തിയുടെ അടുത്ത് ഒരാൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് ആകാം, ചിലപ്പം ആ രീതിക്കാകാം, അല്ലെങ്കിൽ അവർക്കൊരു അങ്ങനെ ഒരാളെ അവിശ്വസിക്കേണ്ടതായ ഒരു സാഹചര്യം ഇല്ലെന്നുള്ള തോന്നലാകാം ചിലപ്പോൾ അവരെ ഇങ്ങോട്ട് നയിച്ചിട്ടുണ്ടാകുക, അല്ലെങ്കിൽ വിശ്വാസം വരുത്തിയിട്ടുണ്ടാകുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ സെബാസ്റ്റ്യൻ ലേറ്റ് മാരേജ് ആണെന്ന് പറഞ്ഞു. അത് 2006 മുമ്പും അല്ലെങ്കിൽ ലേറ്റ് മാരേജിന് മുമ്പുള്ള ഒരു സെബാസ്റ്റ്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇവിടെ ആക്ഷൻ കൗൺസിലിൻ്റെ ആൾ പറഞ്ഞു. അപ്പോൾ പക്ഷേ എങ്കിലും അയാളുടെ ബിഹേവിയർ എങ്ങനെയായിരുന്നു, അയാളുടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരേണ്ടതാണ്. ഇനി വേറൊരു കാര്യങ്ങൾ, നമ്മൾ കുറച്ച് മുമ്പ് കോളിൻ്റെ കാര്യം സംസാരിച്ചു. അതായത് 1-2 റിങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം അത് കട്ടായി പോകാന്ന്. അതിൻ്റെ അർത്ഥം എവിഡൻ്റ് ആണ്, ജീവിച്ചിരിപ്പുണ്ടെന്ന്, അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു അന്വേഷണം അല്ലെങ്കിൽ പെട്ടെന്നൊരു അന്വേഷണം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ചിലപ്പം ഒരു ശ്രമമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച സമയം, അത് ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു പാറ്റേൺ അതിൻ്റെ അകത്ത് ഫോളോ ചെയ്യണം. അതായത് പൊതുവെ മനുഷ്യന്മാരെല്ലാവരും, എസ്പെഷ്യലി ഇങ്ങനത്തെ ക്രിമിനലായിട്ട് സംശയിക്കുന്ന ആൾക്കാരെല്ലാവരും ഒരു പാറ്റേൺ ഫോളോ ചെയ്യും. അത് എല്ലാ കാര്യങ്ങളിലും പാറ്റേൺ ഫോളോ ചെയ്യുന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് കാണാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതായത് ഇത്രയേറെ എന്താ പറയുക, പ്രായമെന്നോ അല്ലെങ്കിൽ അയാളുടെ ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ പ്രത്യേകത തന്നെ ഒരാളെ ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനും ചാമിങ് ആയിട്ട് നിൽക്കാനുള്ള കഴിവാണ്. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണെങ്കിൽ അത് ഭയങ്കര ഈസിയാണ് ഒരാളെ വീഴ്ത്താനും അല്ലെങ്കിൽ അവർക്ക് ഒരു സ്പെഷ്യലായിട്ട് തോന്നിക്കാനും അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സൗഹൃദത്തിലാകാനും ഒക്കെ അവർക്കുള്ളൊരു പ്രത്യേക കഴിവാണ്. പക്ഷേ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എൻ്റെ അത് ഇല്ലാത്തത്, ഇമോഷണലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റുകളോ ഇമോഷണലായിട്ടുള്ള ബേർഡൻസോ അങ്ങനെ സാധനങ്ങളൊന്നും അവർക്കുണ്ടാകില്ല. അവരുടെ ഒരു മോട്ടീവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവും, ആ പാറ്റേണിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കാര്യത്തിൽ, ഈ പ്രായം എന്നുള്ള കാര്യം പറയുമ്പോഴും ഞാൻ വിചാരിക്കുക.